ഷെഡ്യൂൾ 4 പോയിന്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ പോയിന്റുകളിൽ എന്തൊക്കെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുക? ഈ ക്യാബിൻ അവിടെ ഉള്ളതും ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിവരം നമുക്ക് ലഭ്യമാണോ? ഇന്ന് എങ്ങനെയായിരിക്കും തെരച്ചിലിൻ്റെ ഒരു ദിശ മുന്നോട്ട് പോവുക? മോത്തി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഗംഗാവലി പുഴയിൽ ഏറ്റവും ശ്രമകരമായൊരു ദൗത്യമാണ് അർജുനും ലോറിക്കും വേണ്ടി നടക്കുന്നത്. ഇന്നലെ രാവിലെ 10 മണിക്കാണ് ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇങ്ങോട്ടെത്തിയത്. വൈകിട്ട് 6:30 ഇവിടുത്തെ MLA-മാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഡ്രഡ്ജർ ഈ കാണുന്ന പോയിന്റിൽ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. മോത്തി, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു ഡ്രഡ്ജർ പിന്നെ 2 ബോട്ടുകളാണ്. ഈ സംവിധാനം ഇന്നലെ വൈകിട്ട് 6:30 ഈ ഒരു ടെസ്റ്റിംഗ് നടത്തി നോക്കി. അത് സക്സസ്ഫുള്ളായിരുന്നു, അത് വിജയകരമായിരുന്നു. കാരണം ആ കാണുന്ന JCB ഈ പറയുന്ന പോയിന്റുകൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ പറയുന്ന ഒരു 500 മീറ്റർ പരിധിയിലാണ് നാവികസേന ലോഹാംശമുണ്ട് എന്ന് അവരുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്താണ് ഇന്ന് രാവിലെ 8 മണി മുതൽ തെരച്ചിൽ നടത്താൻ പോകുന്നത്. ഈ JCB ഇതിൻ്റെ താഴേക്ക് അതിൻ്റെ കൈകൾ കൊണ്ട് ഇറക്കി ഇങ്ങനെ പൊക്കി അടിയിൽ എന്താണ് എന്നുള്ളതാണ്. ഏകദേശം 10 മീറ്ററോളം ഇത് ഉള്ളിലേക്ക് പോയി അവിടുത്തെ മണ്ണ് കോരിയെടുത്താണ് നോക്കുന്നത്. അപ്പോൾ ഈ മണ്ണ് കോരിയെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് എന്തെങ്കിലും ലോഹാംശമുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വേണം ഈ മണ്ണ് തൊട്ടടുത്തുള്ള ഈ ഡ്രഡ്ജറിലേക്ക് ഇങ്ങോട്ട് ഇടുക. അതിനുശേഷം ഇന്നലെ വൈകിട്ട് 6:00 ഈ സാമ്പിൾ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ഇതിനടിയിൽ നിന്ന് ഈ മരത്തിൻ്റെ വേരുകളൊക്കെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്തെങ്കിലും ലോറിയുടെ പാർട്സുകളോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും എന്നാണ് നോക്കുന്നത്. മറ്റൊന്ന്, ഈ ഭാഗത്ത് അതായത് മനുഷ്യൻ്റെ ഇവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി തപ്പിയെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. വളരെ ശ്രമകരമായൊരു ദൗത്യമാണ്. കാരണം ഇത്തരത്തിൽ ഓരോ കോരിയെടുക്കുന്ന ചെളിയിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായ ദൗത്യമാണ്. ഒരുപക്ഷെ അവസാന ദൗത്യം എന്ന് വിശേഷിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അദ്ദേഹവും ഇവിടെ സജ്ജമായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ ഈ ഗോവൻ ഷിപ്പിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ അവർ മുംബൈയിൽ നിന്ന് എത്തുന്നുണ്ട്. അവരും ഇങ്ങോട്ടേക്ക് എത്തുന്നു. മാൽപ്പ, ഇന്ന് നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റിൽ സ്റ്റാർട്ടാവും. നേരത്തെ നിങ്ങൾ കണ്ടെങ്കിൽ വെള്ളം ചുമന്നിരുന്നു. ഇപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂൾ. അങ്ങനെ ഇപ്പോൾ അടിയിൽ പോയിട്ട് തേടാൻ നല്ലതാവും. എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവ 30 ദിവസത്തിലുള്ള പ്രതിയൊന്നും അംഗങ്ങളെ പോകും മാംസം കണ്ട. ഇപ്പോൾ ഒരു സെലിറ്ററിങ് കിട്ടും. ഇപ്പോൾ ഏത് ഭാഗത്തിൽ ഒരു ലോറി നമ്മൾ ലോറി ഇപ്പോൾ ആക്കിയത് ആ കയർ ഭാഗത്തിലെ ഒത്തിരി കയർ കിട്ടിയിട്ടുണ്ട്. അതേ ഭാഗത്ത് തോണ്ടിയ ഇപ്പോൾ അടിഭാഗത്തിൽ ലോറി കിട്ടും. ആ ലോറിയിലെ ഉള്ളു അർജുൻ പിന്നെ സ്ഥലീയ പറഞ്ഞാൽ അർജുൻ, പിന്നെ ജഗന്നാഥൻ, ലോകേഷ്, അവിടത്തേക്ക് ഭാഗ സെലിറ്ററിങ് കിട്ടുമെന്ന് നിങ്ങൾ തേടാൻ പോകും. പക്ഷേ ഈ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുള്ളൊരു സാധ്യതയുണ്ടോ? കണ്ടിപ്പാ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. ആ 3 ആളിൻ്റെ ബോഡി കിട്ടിയില്ല അല്ലേ? അതിനിപ്പോൾ അവരുടെ അടിഭാഗത്തിൽ സെലിറ്റൻ ഒരു മനുഷ്യൻ്റെ ഭാഗത്തിന് ഒരു മാംസം കണ്ട പോയി പിന്നെ സെലിറ്റൻ കിട്ടും. ആ സെലിറ്റൻ ഒരു ലാസ്റ്റ് അന്തിമ ഇത് ക്രിയ ആവുമല്ലേ, അതിനായിട്ട് ഞങ്ങൾ തേടാൻ പോകും. ഈ നേവിയുടെ പരിശോധനയിൽ ഈ ഭാഗത്തൊരു ലോഹാംശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഡ്ജിങ് എത്രമാത്രം സക്സസ് ആയിരിക്കും? അത് കണ്ടെത്താൻ നമുക്ക് കഴിയും? ഇപ്പോൾ ഞങ്ങൾ എവിടെ പോയിന്റ് പണിത് ആ ബോവ ഉണ്ടല്ലോ, ബോവ ഞങ്ങൾ പോയിന്റ് പണിത്. ആ ചിന്ന ബോൾ ഉണ്ടല്ലോ, അത് അവർ പോയിന്റ് പണി. ഒരേ സ്ഥലത്ത് 2 പേര് ഞങ്ങൾ പോയിന്റ് പണി. ഞങ്ങൾ അടിഭാഗത്തിലേക്ക് കിട്ടി, നമുക്ക് കയർ കിട്ടി. നേവിക്കാർക്ക് കയർ കിട്ടി. 2 പേരൊക്കെ കയർ കിട്ടി. അത് ലോറിയുടെ കയറായിരിക്കും കൺഫേം ആക്കി. ലോറിന്റെ കയറിന്ന് അതിന്റെ ഓണർ മൂന്നാം അവർ കേട്ട നമ്മളെ കയറെന്ന് ചൊല്ലി നമുക്ക് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിൽ ഒരു 30 ഫീറ്റ് 40 ഫീറ്റ് കയർ കിട്ടിയിട്ടുണ്ട് മേലെ കൊടുത്തത്. പിന്നെ ഇപ്പോൾ അടിഭാഗത്തിലെ കയറുണ്ട്. എത്ര സമയം നിങ്ങൾ ഈ സിലിണ്ടർ ഉപയോഗിച്ച് മുങ്ങും? ഈ സിലിണ്ടർ മിനിമം 1 മണി. നമ്മൾ 1.5 മണി മുങ്ങാൻ സമർത്ഥ്യമുണ്ട്. 1.5 മണി. അത് 12 ലിറ്റർ എയറുണ്ട്. പിന്നെ മുങ്ങിട്ട് ഒരു 12 മണി 1 മണി 1.5 മണി മുങ്ങും അതിൽ. എന്നിട്ട് താഴെ എത്ര അടി വരെ നിങ്ങൾ താഴ്ന്നു പോകും? ഇവിടെ കമ്മിയുണ്ട്. ഇവിടെ 20 ഫീറ്റ് അല്ലേ, മിനിമം 100 ഫീറ്റ് വരെ പോകും. ഇത് എത്രമാത്രം ഓക്സിജൻ ഇതിനകത്ത്? ഇത് 1.5 മണിയാറോ 12 ലിറ്റർ ഉണ്ട് ഇതിൽ. 12 ലിറ്റർ. 12 ലിറ്റർ. അത് എത്ര സമയം നിൽക്കും? മിനിമം 1.5 മണിയാണ്.
ഒന്നുകൊണ്ട് അടിയിലേക്ക് പിന്നെ ആഴത്തിലേക്ക് നിങ്ങൾ പോകും? എത്ര? ഒരു 100 ഫീറ്റ് വേണോ, 100 ഫീറ്റ് പോയിട്ട് ഇത് കമ്മിയുണ്ട്. ഇതിപ്പോൾ 25-30 അടി ഉണ്ട്. വേറെ അടുത്ത സ്ഥലം ഡാമിലെല്ലാം പോകുന്ന ഒരു 100 ഫീറ്റ് ഡീപ്പിൽ പോകും. ഒത്തിരി നമ്മളിപ്പോൾ കർണാടക ഭാഗത്തിലെ ഒരു 1000 ഡെഡ് ബോഡി എടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തിലെ പോയിട്ട് അടിഭാഗത്തിലെ വെള്ളത്തിൽ ഡീകമ്പോസ് ആയ ബോഡി. പിന്നെ ഒരു 100 ഫീറ്റ് മിനിമം പോയി നമ്മളെ ഭദ്ര ഡാം അവിടെ ഭദ്രവത്തിൽ അത് ഓരോ ഡീപ്പുണ്ട്. 150 ഫീറ്റ് ഉണ്ട്. ചിലയിടത്ത് ഈ പാറക്കല്ലിൻ്റെ സ്ഥലത്തിൽ ഓരോ ആളെടുത്ത് അവിടെ എല്ലാം പോയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഈ ചെളി ഉണ്ടെങ്കിൽ എങ്ങനെ കാണാൻ പറ്റുമോ? ഈ സ്പെക്സിലാണോ? സ്പെക്സ് പിന്നെ അണ്ടർവുഡ് ടോർച്ച് ഉണ്ട്. കയ്യിൽ പിടിച്ചു നമ്മൾ ടോർച്ചിലെ അടിയിൽ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് കാണും. അടിയിൽ കാണാൻ പറ്റും ഇങ്ങനെ? കാണും. അപ്പോൾ ഈ ചെളി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചെളി ഇങ്ങനെ നമ്മളിപ്പോൾ മീൻ എങ്ങനെ അടിയിൽ പോവും അതേമാതിരി മേലത്തെ കാലിടില്ല. അതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. മീൻ വെള്ളത്തിലെ ഒരു ചെളി ഇപ്പോൾ 1.5 ഫീറ്റിലെ മേലത്തിലെ ഭാഗത്തിൽ ഞങ്ങൾ നേരെ നോക്കിക്കൊണ്ട് പോകും. അപ്പോൾ ഇവിടെ ചെളിയില്ലെന്നാണോ പറയുന്നത്? ഇല്ല, ചെളി ഇപ്പോൾ വെള്ളത്തിലുള്ള ചെളിയെല്ലാം പോയിട്ടുണ്ട്. ചെളിയില്ല അത്ര. ഇപ്പോൾ എത്ര ആഴം ഉണ്ടാവും ഇവിടെ ഇപ്പം വെള്ളം? മിനിമം ഇപ്പോൾ അവിടെ ഒരു 25-30 അടി ഉണ്ട്. 30 അടി വെള്ളം മാത്രം? വെള്ളം മാത്രം. അപ്പം കാണാൻ പറ്റും എന്ന് കരുതുന്നു. കണ്ടിപ്പോയാൽ കാണും. സ്കെൽറ്റൻ അങ്ങനെയുള്ള ഇതുണ്ടെങ്കിൽ കാണാം, ക്ലിയർ ആയിട്ട് കാണും. സിലിട്ടൻ അതിനായിട്ട് ഞങ്ങൾ നേരത്തെ പോയിട്ട് സിലിട്ടൻ കാണാം. ഓക്കെ ശരി. എന്നാലും ശരി. ഓക്കെ. അപ്പോൾ ഇതാണ് ഇത്രയധികം മൃതദേഹങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മുങ്ങിയെടുത്ത് അദ്ദേഹം ഈശ്വർ മാൽപേ എങ്ങനെയാണിത് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് വിശദീകരിക്കുകയാണ്. എന്തായാലും അവിടെ ഡ്രഡ്ജർ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ബിജുവേട്ടാ, തുടക്കത്തിൽ വളരെ കാര്യക്ഷമമായി തെരച്ചിൽ നടത്തണമെന്ന് വിചാരിച്ച് തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും കാലാവസ്ഥ ഒരു വലിയ പ്രതികൂല ഘടകമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം അല്ലേ? ലോഹാംശം ഉണ്ടെന്ന് ഇപ്പം മാൽപേ തന്നെ പറഞ്ഞ ആ കിടക്കുന്ന ബോള് അതുകൊണ്ടോ ഒരു ബോളും ഒരു റിങ്ങും അവിടെ ഇട്ടിട്ടുണ്ട്. അത് ഒരു സിഗ്നലായിട്ട് അവിടെ ഇട്ടിരിക്കുന്നതാണ്. ആ പ്രദേശത്താണ് ഈ നാവികസേനയുടെ പരിശോധനയിൽ ലോഹാംശം ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മാൽപേ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറഞ്ഞ് കേട്ട് കാണുമല്ലോ. കാരണം അവിടെ നിന്ന് കയറിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി. അതുകൊണ്ട് ഈ ലോറിയിൽ തടി കെട്ടിയിരിക്കുന്ന കയറാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ നമുക്കിവിടെ വെക്കാം. കാരണം ഇതിനപ്പുറം ഇനിയൊരു പരിശോധന നടക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇത് ഈ 60 ദിവസത്തിനിടയിൽ ഇത് 3ാമത്തെ മിഷനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനിയൊരു പരിശോധനയ്ക്ക് ഒരു സാധ്യതയില്ല. അതിന് മനുഷ്യസാധ്യമായ ഒരു കാര്യവുമല്ല. കാരണം ഇത്രയധികം ഒരു മിഷൻ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിശോധനയിൽ എന്തെങ്കിലും ഒരു ശുഭവാർത്ത ഉണ്ടാകുമെന്നാണ് കരുതാൻ കഴിയുക. അർജുൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ പ്രതീക്ഷയിലാണ്. ഈ ലോറിയുടെ ഒരു ക്യാബിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അർജുൻ്റെ എന്തെങ്കിലും മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് കുടുംബം കരുതുന്നത്. ഇപ്പം ഈ ഡ്രഡ്ജറുകൾ ഇങ്ങോട്ടേക്ക് നീക്കിയിടിക്കുകയാണ്. അവരുടെ മിഷൻ തുടങ്ങാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്ക് തന്നെ ഇവിടെ ഡ്രഡ്ജിങ് ആരംഭിക്കുമെന്നാണ് കാലാവസ്ഥ നന്നായി തന്നെ നിൽക്കുന്നു, അനുകൂല ഘടകമാണതല്ലേ? ഒരു ടെസ്റ്റിംഗ് ബിജുവേട്ടന് കേൾക്കാമെന്ന് കരുതുന്നു. തൃശ്ശൂരിൽ ഏതായാലും ഇന്നും തിരച്ചിൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികൃതരുടെ നീക്കം. ഈശ്വർ മാൽപേ അടക്കമുള്ള സംഘം അവിടെ തെരച്ചിലിന് വേണ്ടി സജ്ജമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഡ്രഡ്ജർ സംവിധാനം എത്തിച്ചിട്ടുണ്ട്. ആ മണ്ണ് നീക്കി അവിടെ നിന്നും ഇന്ന് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. ബിജുവേട്ട, കാലാവസ്ഥയായിരുന്നു തുടക്കത്തിൽ ഏറ്റവും പ്രതികൂലമായി നിന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ വൈകിപ്പോയി. നമുക്ക് തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടതായി വന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ ഒരു അനുകൂല ഘടകമാണെന്ന് കരുതാം അല്ലേ? മോത്തി, തീർച്ചയായിട്ടും ഇന്നലെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അത് ശരിക്കും ഈ ഗംഗാവലി പുഴ എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഒരു പ്രദേശമാണ്. 2 ഭാഗവും കാടിനാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. മനോഹരമായ ഒരു പ്രദേശമാണ്. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് നല്ല പ്ലസൻ്റായി നിൽക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് കാലാവസ്ഥ വളരെ ഗുണകരമാണ്. ഇപ്പോൾ ഈശ്വർ മാൽപേയും പറഞ്ഞത് തെളിഞ്ഞ വെള്ളമാണ്. അതുകൊണ്ട് അവർക്ക് ഇത്ര അടിയിലേക്ക് പോയി പരിശോധന നടത്താൻ പറ്റുന്ന അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണ്. പിന്നെ ഡ്രഡ്ജറുകളും ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായ ഘടകമാണ്. ഒരുപക്ഷെ അവസാനത്തെ മിഷൻ എന്ന് MLA ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി
ഇങ്ങനെ ഒരു സെർച്ചിങ് നടത്തുക എന്ന് പറയുന്ന മനുഷ്യസാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും ഒരു സാഹചര്യം നല്ലതാണ്. ശുഭകരമായ അവരുടെ അർജുൻ്റെ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ഇവിടെ കാണാതായിരിക്കുന്ന മറ്റു രണ്ടുപേർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം എല്ലാം കൊണ്ടും സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഇനി ഇവിടെ ഈ പ്രദേശത്ത് ലോറി ഉണ്ടെങ്കിൽ അത് പൊക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി.